ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് പങ്കിടാനായിട്ട് എനിക്ക് നിയോഗമുള്ള ഒരു പ്രധാന ആശയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് മറ്റ് ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കുള്ള വളരെ പ്രത്യേകമായ ഒരു ഉപദേശം. അതിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ പ്രാധാന്യം, അത് ഉപയോഗിക്കേണ്ട വിധം, ഇത്തിരി കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഒരല്പവചനം എന്ന് പറയാൻ എനിക്ക് നിയോഗമുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, പെന്തിക്കോസ്തുകാർ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് പെന്തിക്കോസ്ത് സഭയുടെ ഒരു ഭാഗമാണ്, അല്ലെ ഒരു പ്രധാന സംഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസ്ത് സമൂഹമാണ് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം, ലോകവ്യാപകമായിട്ടുള്ള സമൂഹം. നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ മാത്രമല്ല, ഈ പെന്തിക്കോസ്ത് വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു കാര്യം പരിശുദ്ധാത്മ സ്നാനത്തിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധാത്മ സ്നാനം. എല്ലാ ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഇല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അതിൽ നമ്മൾ വളരെ ആശ്രയിക്കുകയും നമ്മുടെ ജീവിതത്തിന് ശക്തി പകരുകയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയില്ല. പുത്രനായ ക്രിസ്തുവിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒരു കുറവുണ്ടാവില്ല. എല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു പ്രയോഗം, സ്വർഗത്തിലേക്ക് യേശു പോകുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്കൊരു വിഷമം ഉണ്ടാവും. കാരണം അവരെ വിളിച്ചു, കൂടെ കൊണ്ട് നടന്നു, പരിശീലിപ്പിച്ചു, എല്ലാത്തിനും യേശു കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളും ശരിക്കും അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല സാധാരണയായിട്ട്. എന്നാൽ ഒരു സമയം യേശു പോകുന്നു എന്ന് പറയുമ്പോൾ ഈ മാർഗത്തോട് ലോകത്തിലെല്ലാവർക്കും അനുകൂലമുള്ളൊരു മാർഗമല്ല. മാർഗം നല്ലതാണ്, അതിൻ്റെ ഗുണമേ എല്ലാവർക്കും ഉള്ളൂ. എന്നിരിക്കലും ഇതിനോട് ഇഷ്ടക്കേടും വിരക്തിയും ലോകത്തിൽ വ്യാപകമായിട്ടുണ്ട്. തന്നെയിൽ അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് കൊച്ചു കാര്യമല്ല, സാധാരണ കാര്യമല്ല. അവർ കൈകാര്യം ചെയ്യേണ്ടത് വലിയ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ വലിയ കാര്യം കൈകാര്യം ചെയ്യാൻ മാനുഷികമായ കഴിവുകൾ കൊണ്ട് സാധ്യമല്ല. വലിയ കാര്യം എന്ന് ഞാൻ പറയുമ്പോൾ അവർ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മനുഷ്യരുടെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവർ പുറത്തു കൊണ്ടുവരണം, മനുഷ്യരെ ലോകത്തിലെ തിന്മയിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും, അതിൻ്റെ ദോഷങ്ങളിൽ നിന്നും, അതിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന വലിയ പ്രവൃത്തി. അതൊരു ശാസ്ത്രത്തിനും ശരിക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ഈ വലിയ കാര്യം ചെയ്യാൻ യേശു അവിടുത്തെ ശക്തിയാൽ ഇതെല്ലാം ചെയ്തു. അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. കൂടെ നടന്ന് കണ്ടവരാണവർ, അനുഭവിച്ചവരാണവർ. അവരെ കൊണ്ട് യേശു ഇടയ്ക്ക് പറഞ്ഞു വിട്ട് ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്തു. എന്നാൽ യേശു കൂടുണ്ട് അല്ലെങ്കിൽ അടുത്തുണ്ട് എന്ന ഒരു ബോധം അവർക്ക് ധൈര്യം പകർന്നു. പക്ഷെ യേശു സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഇനിയും അവരോടുകൂടെ ഭൂമിയിലുണ്ടാവില്ല എന്ന ചിന്ത അവരെ വിഷമിപ്പിക്കും. യേശു അതുകൊണ്ട് അവരോട് പറയുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്താണ് പ്രയോജനം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
അതാണ് യേശു പറഞ്ഞത്. ആ വാക്കുകളെ ഒന്ന് സൂക്ഷ്മമായി ഒന്ന് നോക്കി ഒരല്പ ചില കാര്യങ്ങൾ അതിലൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പം യേശു പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവായ ദൈവത്തോട് ചോദിക്കും. ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ഈ വാക്യത്തിൽ തന്നെ കാണാം. നോക്കൂ, യേശു പറയുന്നു, ഞാൻ പുത്രനായ ക്രിസ്തു പിതാവിനോട് ചോദിക്കും. ആ പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് തരും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, പ്രവൃത്തി ചൂണ്ടിക്കാട്ടുന്ന വാക്യമാണിത്. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ അങ്ങനെയാണ്. ആർക്കെങ്കിലും തൃത്വോപദേശത്തെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ അറിവില്ലാതുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് വരെ ഉണ്ടാവില്ല. കാരണം അത് പഠിക്കാനും പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള ഒരു നിർദ്ദേശം, ഒത്തിരി വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. അതെല്ലാം ക്രമീകൃതമാക്കാൻ വേദശാസ്ത്രം കൊള്ളാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം മാത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ, സ്വല്പം ശ്രദ്ധിച്ച് വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉപദേശം വളരെ കൃത്യമായി സംശയാതീതമായി തെളിയിക്കുന്ന, ബോധ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം ആ പുസ്തകത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒടുവിൽ പറയുന്നൊരു പ്രയോഗം, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പം അങ്ങനെ അത് തെളിയിക്കുന്ന ഒരു പുസ്തകം. എന്നാൽ ഇവിടുത്തെ പ്രത്യേക ആശയം എനിക്ക് ഇന്ന് പറയാനുള്ളത്, നമുക്ക് പറയും, ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരു കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്നുള്ളത് ഒരു പഴയ മലയാള പദമാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഒത്തിരി ഇല്ല എന്ന് തോന്നിയാലും ഉണ്ട്. പഴയ പ്രയോഗം എന്ന് ഞാൻ പറയുമ്പോൾ ധാരാളം ഭൂമിയും ഒക്കെ ഉള്ള ഒരു വലിയ ഗൃഹസ്ഥനായൊരു മനുഷ്യൻ, അതെല്ലാം അദ്ദേഹത്തിന് തന്നെ നോക്കിക്കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് പല പല കാര്യങ്ങളിൽ ഇടപെടണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെട്ട് ആ ഗൃഹസ്ഥനായ മനുഷ്യന് പകരം കാര്യങ്ങൾ ചെയ്യാൻ നിയമിക്കപ്പെടുന്ന ഒരു വിദഗ്ധനെയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പം ആ ഉടമസ്ഥന് പകരം നിൽക്കുന്ന ആളാണ്. അതിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുള്ള അധികാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാര്യം കൈകാര്യം ചെയ്യുവാൻ താൻ പ്രാപ്തനാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത് കാര്യസ്ഥൻ. ആ മലയാള പദം തന്നെ വിശദീകരിക്കുന്നതാണ് എനിക്കിഷ്ടം. വേറെ ഒത്തിരി വാക്കുകൾ അതിനോട് ചേർത്ത് പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് ഇന്നത്തെ ഭാഷയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു എക്സ്പെർട്ട് എന്ന് പറയാം. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വിദഗ്ധൻ. എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വിദഗ്ധനായ ഒരാൾ. ലോകത്തിൽ അങ്ങനെ ഒരാൾ എല്ലാ കാര്യവും ചെയ്യാൻ വിദഗ്ധനെന്നും പറഞ്ഞ ഒരാൾ ഇല്ല. ഓരോ വകുപ്പുകൾക്കും ഒക്കെ വിദഗ്ധന്മാരുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ആശുപത്രി പോയാൽ പണ്ടത്തെ കാലത്ത് വൈദ്യരിലേക്ക് പോകും, നാടൻ വൈദ്യന്മാരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു ചെറിയ ആസ്പത്രിയോ മറ്റോ നമ്മുടെ നാട്ടിൽ കാണും. അപ്പോൾ അവിടെ നമ്മൾ പോകും. അവിടെ മേ ബി ഒരു MBBS ഡോക്ടറായിരിക്കും ഉള്ളത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ തൃപ്തരായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം വന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി അല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിനും പ്രത്യേകം വിഭാഗങ്ങളുണ്ട്, പ്രത്യേകം വിദഗ്ധന്മാരുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകളാണ് എല്ലാം. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ പ്രത്യേക പഠന വിഭാഗം, അതിൻ്റെ ചികിത്സാ വിഭാഗം, അതെല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ന് മാത്രമല്ല, അതിലെ ഒരു സാധാരണ ബിരുദധാരിയെയും
ഒരു പക്ഷേ നിങ്ങൾ പലരും താല്പര്യപ്പെടില്ല. അതിൽ ഏറ്റവും മികവുള്ള ആളാരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. നമ്മുടെ പട്ടണം വലിയൊരു പട്ടണമല്ല, എന്നാലും സാമാന്യ സൗകര്യങ്ങളുള്ളൊരു പട്ടണമാണ്. എന്നിരിക്കലും പലതിനും നിങ്ങൾ പോകുന്നത് പുനലൂരപ്പല ആശുപത്രികളിലും അല്ലല്ലോ. നിങ്ങൾക്ക് ഹാർട്ട് കേസ് ഉണ്ടായി, പുനലൂർ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്പെഷ്യലൈസ്ഡ് കാര്യം വരുമ്പോൾ നിങ്ങൾ സമീപത്തിലോ ദൂരെയോ ഉള്ള ഒരു ആസ്പത്രിയിൽ പോകുന്നു എന്ന് മാത്രമല്ല, അത് ചെയ്യും. അതോടൊപ്പം ആരാണ് നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇക്കാര്യത്തിൽ ഏറ്റവും വിദഗ്ധൻ എന്ന് നോക്കിയല്ലേ നിങ്ങൾ പോകുന്നത്? അപ്പൊ നമ്മൾ കാര്യത്തിൽ ചെന്നാൽ അത് സാധിച്ചു കിട്ടും എന്ന ഉറപ്പ് നമുക്ക് വേണം. അല്ലാതെ ഒന്ന് നോക്കിക്കളയാം എന്ന് പറയുന്ന ഒരു കാര്യത്തിനല്ല നമ്മൾ വിദഗ്ധനെ തേടുന്നത്, കാര്യം സാധിക്കും എന്ന ഉറപ്പിന്. പക്ഷെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പരിശോധിച്ച് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഡോക്ടർ ഭൂമിയിൽ ഇല്ല. അതിന് പല ആളുകളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം ഈ സിസ്റ്റംസ് എല്ലാം കൂടെ പഠിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിവ് ഇല്ല, പരിമിതമാണ്. അങ്ങനെ ഓരോ വിഭാഗത്തിനും നിങ്ങളൊരു എക്സ്പെർട്ടിനെ അന്വേഷിക്കുമെങ്കിൽ ദൈവത്തിന് എല്ലാത്തിനും പറ്റിയ ഒരു വിദഗ്ധനുണ്ട്. അവിടത്തേക്ക് അറിയാൻ മേലാത്ത മണ്ഡലമില്ല, അവിടത്തേക്ക് അറിയാൻ മേലാത്ത ഫീൽഡില്ല, അവിടത്തേക്ക് കൈകാര്യം ചെയ്യാൻ മേലാത്ത കാര്യമില്ല, അവിടുത്തെ ജ്ഞാനത്തിൽ പെടാത്ത ഒരു വസ്തുവില്ല, അവിടുത്തെ ശക്തിയിൽ ഒതുങ്ങാത്ത ഒരു കാര്യമില്ല, അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ദേശമില്ല, ഒരു ദൂരമില്ല. ഇതിന് മുഴുവൻ പ്രാപ്തനായി ദൈവമായ സർവശക്തിയുള്ള സർവജ്ഞാനിയായ ഒരു എക്സ്പേർട്ടിനെ ദൈവം തന്റെ ജനത്തിന് കൊടുക്കും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് യേശു പോയത്. ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ക്രിസ്ത്യാനികൾ ഈ ആളിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് ശരിയല്ല. പരിശുദ്ധാത്മാവ് കേവലം ദൈവത്തിന്റെ ശക്തിയല്ല. ശക്തിയാണ്, പക്ഷേ കേവലം ദൈവത്തിന്റെ ശക്തിയല്ല. നിങ്ങൾ ഇവിടെ തന്നെ നോക്കൂ. സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. മറ്റൊരു കാര്യസ്ഥനെ, എന്നെപ്പോലെ ഉള്ള മറ്റൊരു കാര്യസ്ഥനെ. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഇടയ്ക്കൊരു വാക്ക് പറയാൻ വേണ്ടി ആ വാക്യത്തിലേക്ക് പിന്നെ വരും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതൊരാളാണ്. ആളത്വ സ്വഭാവം, ആളത്വ ശക്തി, ഇതെല്ലാം അതിനകത്തുണ്ട്. ഒത്തിരി വേദശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ വിദഗ്ധനായ ഒരാളിനെ തരാം. ഞാൻ പറഞ്ഞ എല്ലാ ക്രിസ്ത്യാനികളും ഇത് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ആത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് എല്ലാ ക്രിസ്ത്യാനികളും നമ്മൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കുന്നില്ല. അതാണല്ലോ വ്യത്യാസം. നമ്മൾ വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പരിശുദ്ധാത്മ സ്നാനം എന്ന വാക്കല്ലേ ഞാൻ ഉപയോഗിച്ചത്, യേശു ഉപയോഗിച്ച വാക്കാണത്. ഇനി ഏറെ നാൾ കഴിയും മുമ്പ്, പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യം, ഇനി ഏറെ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. സ്നാനം നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ വേദപുസ്തകം പറയുന്നത്, ഈ തൃത്വത്തിൽ മൂന്നാമനായ ദൈവം മനുഷ്യന്റെ ശരീരത്തിനകത്ത്, മനുഷ്യന്റെ ആളത്വത്തിനകത്ത് താമസിക്കാനായി ഇറങ്ങി വരും. ഈ ശരീരത്തിൽ ഇതിനകത്ത് വന്ന് ഇതിനകത്ത് കുടികൊള്ളും, ഇതിനകത്ത് താമസിക്കും. അതാണ് ആത്മസ്നാനം. അല്ല, ആളുകൾ ധരിക്കുന്നത് പോലെ ഒരു ചില ഉണർവും കാര്യങ്ങളൊക്കെ നടക്കുന്ന യോഗത്തിനകത്തുണ്ടാകുന്ന ഒരു വികാരമല്ലത്, കേവലം ഒരു ഇളക്കമല്ലത്, ഒരു ഇളക്കപ്പെരുക്കമല്ലത്, അത് ശബ്ദ കോലാഹലങ്ങളല്ല, അത് കേവലം കയ്യടികളല്ല, അത് കേവലം അന്യഭാഷയിൽ ഒതുങ്ങുന്നതല്ല. ഈ സർവശക്തിയുള്ള ദൈവം കുടികൊള്ളാനായി, താമസിക്കാനായി
ഇതിനകത്ത്, മനുഷ്യന്റെ അകത്ത് ഇറങ്ങി സ്ഥിരമായി താമസിക്കാൻ വരുന്ന ഈ മനുഷ്യ ശരീരത്തെയും ആണത്വത്തെയും സ്വാഭാവിക മണ്ഡലത്തിൽ നിന്ന് ഉന്നതമായ ആത്മീക മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ, ആ അനുഭവത്തിൽ ജീവിപ്പിക്കാൻ, ആ അനുഭവത്തിൽ പ്രവർത്തിക്കാൻ ഇതിനകത്ത് ആത്മാവ് ഇറങ്ങി വരുന്ന ആ വലിയ സംഭവത്തിന്റെ പേരാണ് ആത്മസ്നാനം എന്നാ പറയുന്നത്. എല്ലാ വിശ്വാസികളും ഇത് പ്രാപിക്കണമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇത് ചിലർക്ക് വേണ്ടി മാത്രമുള്ള അനുഭവമല്ല. ഇതിന്റെ പ്രസംഗം ശക്തമായി തന്നെ തുടരേണ്ടതാണ്. ആത്മസ്നാനം പ്രാപിക്കാത്ത ആളുകൾ സഭകളിൽ ഇന്ന് പലരുണ്ട്. പക്ഷെ ആ സ്ഥിതിക്ക് ഭേദം വരേണ്ടതാണ്. നമ്മുടെ യോഗങ്ങൾ ആത്മസ്നാനം പ്രാപിക്കുന്ന മണ്ഡലങ്ങൾ സമയങ്ങളായി തീരണം. അതിനുവേണ്ടി പ്രത്യേക യോഗങ്ങൾ വേണ്ടിവരും. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്ന്. പണ്ടത്തെ കാലത്ത് കാത്തിരിപ്പ് യോഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. ജനം ആത്മസ്നാനം പ്രാപിക്കാനുള്ള അന്തരീക്ഷങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇന്നും അത് തുടരേണ്ടതാണ്. സഭയിലെ സകല ജനവും, പുരുഷനായാലും സ്ത്രീയായാലും, സകലരുടെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നാണ് വാഗ്ദത്തം ചെയ്തത്. ഇത് ചുരുക്കം ചില ആളുകൾക്ക്, പൊതുവെ ആളുകളുടെ ധാരണ ഇത് കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇച്ചിരി വികാരമൊക്കെ ഇളവും. അങ്ങനെ ഇച്ചിരി വികാരം ഇളകുമ്പോൾ പെണ്ണുങ്ങളിങ്ങനെ അങ്ങ്, സോറി ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ആളുകളുടെ സാധാരണ വാക്ക് എനിക്ക് വെച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ വരും എന്ന് ആളുകൾ ധരിക്കുന്നെങ്കിൽ അങ്ങനെയല്ല വചനം പറഞ്ഞത്. സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാരുടെ മേലും കൂടി ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രായ വ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, സംസ്കാര വ്യത്യാസമില്ലാതെ, ഉയർച്ച താഴ്ച വ്യത്യാസമില്ലാതെ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്തിന്? നമുക്കൊരു കാര്യസ്ഥനെ തരാൻ. ദൈവത്തിന്റെ കാര്യസ്ഥൻ നമ്മുടെ അകത്ത് താമസിച്ച് നമ്മളെ സഹായിക്കാൻ. അത്ര വലിയ മഹത്വമുള്ള കാര്യം ഗൗരവമായിട്ടെടുക്കണം, ശ്രദ്ധിക്കണം. ഏത് വ്യക്തിയും ഇത് കരസ്ഥമാക്കേണ്ടതാണ്. ഇനി എന്തിനാണ് ഈ ദൈവം തൻ്റെ ഈ എക്സ്പെർട്ടിന്, വിദഗ്ധനെ നമുക്ക് നൽകിയിരിക്കുന്നത്? ദൈവം തന്നെയാണത്. എന്തിനു നൽകിയിരിക്കുന്നു എന്ന് ചില കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഇതിൻ്റെ വലിയ വലിപ്പം, ആ മണ്ഡലങ്ങൾ ആളുകൾ ശരിക്കും അങ്ങോട്ട് ഗ്രഹിക്കുന്നില്ല. പ്രാപിച്ചവർ തന്നെ പ്രാപിച്ച സ്വല്പ അനുഭവത്തിൽ പരിമിതിപ്പെട്ട് കഴിയുന്നവരാണ് വലിയൊരു പങ്കാളികൾ. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ എല്ലാം എനിക്കറിയാം, എനിക്കറിയാവുന്നതിനപ്പുറം ഒന്നും ഇല്ല എന്ന് ധരിക്കുന്നവരാണ് ഒത്തിരി ആളുകൾ. അത് വാസ്തവത്തിൽ അല്പം കാര്യമായിട്ട് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അല്ല, എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിലൊക്കെ പറയാം. ഈ കുറച്ച് പഠിച്ച ആളുകൾക്ക് എല്ലാം അറിയാവുന്നൊരു ധാരണയുണ്ട്. എന്നാൽ പഠനത്തിൻ്റെ കൂടിയ വിഭാഗത്തിലേക്ക് പോയാൽ, ഇപ്പം നമ്മൾ വിചാരിക്കും ഒരാൾ PhD എടുത്തു എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒത്തിരി കാര്യമൊക്കെ അറിയാവുന്നു. അത് ഈ PhD എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ അറിവില്ലാഞ്ഞിട്ടാണ്. PhD എന്ന് പറഞ്ഞാൽ പോലും അത് പഠന വിഭാഗത്തിൻ്റെ കൂടിയ വിഭാഗമാണ് PhD, ഗവേഷണ വിഭാഗം PhD. പക്ഷെ PhD പഠിച്ചാൽ ഒരു പഠന വിഭാഗത്തിൻ്റെ സ്വല്പം ഭാഗമേ PhD-കാരനെടുത്ത് പഠിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് തിയോളജിയിൽ ഒരാൾ PhD എടുത്തു എന്ന് പറഞ്ഞാൽ തിയോളജി മൊത്തം അദ്ദേഹം പഠിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. തിയോളജിയുടെ ഏതോ ഒരു പ്രത്യേക ഭാഗം എടുത്തുള്ള പഠനമാണ് PhD. എല്ലാ PhD അങ്ങനെ തന്നെ. അപ്പം അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് ഒത്തിരി കാര്യം അറിയാമെന്നല്ല, ഒരു കാര്യത്തെ അല്പം കൂടെ വിശദമായി ഗവേഷണം നടത്തി പഠിച്ചതാണത്. പക്ഷെ അത് കൂടുതൽ പഠിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഒത്തിരി കാര്യം അറിയത്തില്ലെന്ന്. കുറച്ച് കാര്യം പഠിച്ചിട്ട് എല്ലാം അറിയാം എന്നൊരു ധാരണയുണ്ടാവും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. സ്വല്പമൊക്കെ കിട്ടിയാൽ ഇതങ്ങ് എല്ലാം അറിയാമെന്ന് തോന്നിയേക്കും. പക്ഷെ അടുത്ത് ചെല്ലൂ,
പഠിക്കാൻ നോക്കൂ, സമീപിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും അവിടുത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയുള്ളൂ, ഇനിയും അറിയാൻ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിയും. അവിടെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. യേശുവിൻ്റെ തന്നെ ഉപദേശത്തിൽ പറയുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം. എന്താണ് അവിടെ പറയുന്നത്? സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നോക്കുക പ്രയോഗം, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. റോമാലേഖനത്തിലെ വാക്യം ഞാൻ പറഞ്ഞു. 8-ാം അധ്യായം 14-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അവിടെ വായിക്കുന്നത്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. തിരിച്ചിട്ടാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവാത്മാവ് നടത്തും. അപ്പൊ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നെ എപ്പോഴും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ചുമ്മാ താമസിക്കാനല്ല, ഒരു നല്ല സുഖം, നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞുള്ളൊരു സ്ഥിതിക്കല്ല വന്നിരിക്കുന്നത്. വന്നത് വളരെ വ്യക്തമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നടത്തും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗൈഡ് യു ഓർ ലീഡ് യു. നമുക്ക് വഴി കാണിച്ചു തന്ന് നമ്മുടെ കൈ പിടിച്ച് നടത്താൻ. ജീവിതം മൊത്തം ഭൂമിയിൽ ആർക്കും അറിയില്ലല്ലോ. നാളെ എന്ത് സംഭവിക്കും എന്നാർക്കറിയാം? നമ്മുടെ ആരുടെ ഭാവി എന്താണ് എന്ന് കൃത്യമായി നമുക്കറിയാമോ? ആത്യന്തികമായി സ്വർഗത്തിൽ പോകുമെന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അത് നമുക്കറിയാം. പക്ഷെ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് വന്നെത്തിയെങ്കിലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. തലേന്നേ ഇത് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും, അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്കറിയാൻ മേലാത്ത വഴിയിൽ കൂടി അല്ല, ഞാൻ ചോദിക്കട്ടെ, വളരെ കഷ്ടമുള്ള ജീവിത സാഹചര്യത്തിൽ കൂടി അപ്രതീക്ഷിതമായ സമയത്ത് കടന്നുപോയ അനുഭവം നമ്മിൽ അനേകർക്കുണ്ടായിട്ടില്ലേ? എല്ലാം സുഖമായിരുന്നു ജീവിതം, എല്ലാം സുഖമായ ഒരു മനുഷ്യനും അഖിലാണ്ടത്തിൽ ഇല്ല. ശോധനകളുടെയും കഷ്ടങ്ങളുടെയും ചില സമയത്ത് വല്ലാത്ത കഠിനമായ ശോധനയുടെയും നേരം ആരുടെയും ജീവിതത്തിൽ ഉണ്ടായേക്കാം. പതറിപ്പോകുന്ന രംഗങ്ങളുണ്ടാവാം, ഒരുപക്ഷെ ആരും കൂട്ടില്ലാതെ വരുന്ന രംഗങ്ങളുണ്ടാവാം. ഇനി കൂട്ടുണ്ടെങ്കിലും അവർക്ക് സഹായിക്കാൻ കഴിയാത്ത ഘട്ടങ്ങളെത്തിയിട്ടുണ്ടാവാം. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴും ശബ്ദം കേൾപ്പിച്ച് കൈപിടിച്ച് നടത്താൻ, താങ്ങുവാൻ പകലും രാത്രിയിലും കൂടിരിക്കുന്നവനായി അനുഭവിച്ച ദൈവത്തിന്റെ ജനം ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിയും. ചില രാത്രികളിൽ വ്യക്തമായി അരുളി ചെയ്ത ശബ്ദം കേട്ടിട്ടില്ലേ? അല്ല, പകലുകളിൽ അന്തരംഗത്തിൽ നടത്തിപ്പ് തന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്ന് മാത്രമല്ലെന്നേ, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത് പോയി ചെയ്യൂ എന്ന് അന്തരംഗത്തിലൊരു ശബ്ദം പറയുന്നത് പോലെ കാതുകൊണ്ട് കേട്ടില്ല, പക്ഷെ ശരീരത്തിനറിയാം. അങ്ങനെ നടത്തിയ ആ നടത്തിപ്പിന്റെ സമയം തോറ്റുപോകാത്ത സമയമല്ലേ? അത് കൃത്യമായ സമയമല്ലേ? ചില സമയത്ത് ഇടയ്ക്ക് പോയി പ്രാർത്ഥിക്കാൻ ആത്മാവ് പറഞ്ഞത് കേട്ട ചിലരില്ലേ? ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ, പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ചിലപ്പോ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കേട്ടത് നിങ്ങൾ കുറെ പേരുണ്ടാവുമല്ലോ. ആ സമയം എന്തോ തകർച്ചകൾ നമുക്ക് വരുത്തുവാൻ പിശാച് പ്ലാൻ ചെയ്ത് ഈ അപാതാള മണ്ഡലം അതിനുവേണ്ടി പറഞ്ഞ സമയത്ത് നിങ്ങൾ അതനുസരിച്ച് എഴുന്നേറ്റ് ജാഗരിച്ചെങ്കിൽ ആ പദ്ധതികളെ നിർവീര്യമാക്കി അവയെ ശൂന്യമാക്കി ജയം നൽകിയ ഒരു മണ്ഡലം ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. അതിന് തിരിഞ്ഞു കിടന്നുറങ്ങിയെങ്കിൽ പിറ്റേ ദിവസമല്ലധികം താമസിക്കുന്നതിന് മുമ്പ് അതിന്റെ തകർച്ചകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്
വ്യക്തിപരമായി സംസാരിക്കുന്ന, ഇടപെടുന്ന, ശബ്ദം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോഴും ഞങ്ങളുടെ ജ്ഞാനം വിളമ്പാനുള്ളതല്ല ഈ വേദികൾ, ഞങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ച പാഠങ്ങൾ അവതരിപ്പിക്കാനുള്ളതല്ല ഈ വേദികൾ. ഇങ്ങനെയുള്ള യോഗങ്ങൾ അതാത് ദിവസം അരുളപ്പാട് വിളിച്ചു പറയുവാനുള്ള വേദികളാണ്. ഇന്ന് പകലും ഞാൻ ഈ വാക്ക് പറയുന്നത് ഞാൻ പഠിച്ച പാഠത്തെ അവതരിപ്പിക്കുന്നതല്ല, നിങ്ങളോട് സംസാരിക്കുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ സന്ദേശം ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തും. എന്ത് തെരഞ്ഞെടുക്കണം, ഏത് തീരുമാനമെടുക്കണമെന്ന് അറിയാൻ മേലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന രംഗങ്ങൾ ആർക്കും ഉണ്ടാവാം. നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. ജീവിത മണ്ഡലത്തിലാകട്ടെ, സഭാ ഭരണത്തിലാകട്ടെ, ഇതിൻ്റെ എല്ലാം നടുവിൽ പെട്ടെന്ന് അരുളി ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. ഇതൊരാക്കല്ല, നിങ്ങൾക്ക് മൊത്തം പേർക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ എക്സ്പെർട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വല്ലാത്ത ഘട്ടത്തിൽ ഇന്ന് പകൽ ഇത് കേൾക്കുന്ന ഏത് ദൈവ പൈതലും അറിയണം, അടുത്ത് ചെന്നാൽ, കേൾക്കാൻ കാത് തുറന്നാൽ, തൻ്റെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ തയ്യാറാകാതെ, അസാധ്യങ്ങളെ ദൈവത്തോട് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാൻ തയ്യാറാകാതെ, ഒരു മതിൽക്കെട്ടുണ്ടാകാൻ തയ്യാറാകാതെ, അടുത്ത് എന്ന് അവിടുത്തെ ശബ്ദം കേൾക്കാൻ തയ്യാറുണ്ടോ? ഈ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. ചിലപ്പോൾ ആ ഘട്ടത്തിൽ നടക്കാൻ ശേഷിയില്ലായിരിക്കാം, മനസ്സിന് ശക്തി ഉണ്ടാവില്ലായിരിക്കാം, അനുകൂല സാഹചര്യങ്ങളെ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോ വല്ലാത്ത പ്രതികൂലങ്ങളെ കാണുന്നുണ്ടാവാം, ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന രംഗം ഉണ്ടാവാം. അവിടെയും കയ്യെ പിടിച്ച് നടത്തിയതുപോലെ എങ്ങനെ അപ്പുറത്ത് ചെന്നെത്തി ഇന്ന് നോക്കിയാൽ വിശദീകരിക്കാൻ മേലാതെ വണ്ണം ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചതാണെന്ന് മാത്രം പറയാൻ അനുഭവസ്ഥർ ഇന്ന് പകൽ ഇതിനകത്തിരിപ്പില്ലേ? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഓ റബശേഹ. അതുകൊണ്ട് നടുങ്ങി ജീവിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ ജനം, ആശയക്കുഴപ്പത്തിൽ ജീവിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ ജനം. അങ്ങനെയുള്ള ഘട്ടങ്ങൾ ലോകമുണ്ടാക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ നടന്നു പോകുന്നവർ പറഞ്ഞിട്ടില്ലേ, പെരുവെള്ളത്തിൽ കൂടെ കടന്നാൽ, ജീസസ് വലിയ ആഴമുള്ള വെള്ളത്തിൽ കൂടെ കടന്നു വെച്ചാൽ അതിന് തക്ക പ്രതികൂലത്തിൽ കൂടെ പോയാൽ അത് നിന്നെ മുക്കിക്കളകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ, പ്രവചനത്തിലെ വാക്യങ്ങളല്ലേ, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല എന്ന് പറഞ്ഞത് കേവലം വാക്കുകളാണോ? അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ശദ്രക്, മേശക്, അബേദ്നെഗോ അക്ഷരാർത്ഥത്തിൽ തീയിൽ അവരെ ഇട്ടില്ലേ? വലിയ ചൂടിൽ അവരെ കൊണ്ടിട്ടില്ലേ? പക്ഷേ ആ തീയുടെ ബലം കെടുത്തിയവൻ എല്ലാവർക്കും അല്ല, എല്ലാവർക്കും ആ തീയുടെ ബലം കെടുത്തി കിട്ടിയില്ല. ഇവർക്ക് 3 പേർക്ക് കിട്ടി. അവർക്കെതിരായി നിന്നവർ ആ തീയിൽ തന്നെ ചാരമായപ്പോൾ ഇവർക്ക് ആകപ്പാടെ സംഭവിച്ച കാര്യം അവരുടെ കയ്യിൽ കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു എന്നല്ലാതെ ആ കയറ വെന്തുപോയി. പക്ഷെ ഉടുപ്പിന് തീ പിടിച്ചില്ല, അവരുടെ തലമുടിക്കും രോമത്തിനും കേടുപറ്റിയില്ല. അങ്ങനെ സൂക്ഷിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തീയിൽ കൂടി നടന്നാൽ കടക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങളുടെ ബുദ്ധി പറഞ്ഞാൽ, നിങ്ങളുടെ കണ്ണ് പറഞ്ഞാൽ, മറ്റു മനുഷ്യർ പറഞ്ഞാൽ, അതിന് നടുവിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് പറയുന്നത് ആരുടെയും മിടുക്കുകൊണ്ടല്ല, ആരുടെയും കഴിവ് കൊണ്ടല്ല, ഈ കാര്യസ്ഥന്റെ കഴിവ് കൊണ്ടാണ്. ഈ കാര്യസ്ഥനെ അനുവദിക്കാൻ തയ്യാറായത് കൊണ്ടാണ് എന്ന് ദൈവത്തിന്റെ ആളുകൾ അറിയണം. അത്രയ്ക്ക് ആശ്രയം ഈ ആത്മാവിൽ വെക്കാൻ തയ്യാറാവണം. സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും, ദൈവത്തിന്റെ സത്യം പറഞ്ഞു തരും.
പറഞ്ഞു തരുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സത്യം ഈ പുസ്തകമാണ്. പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് വായിക്കണം. വായിച്ചവനോടാണ് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, ഈ പുസ്തകം തുറക്കാതെയും വായിക്കാതെയും അത്യാവശ്യത്തിന് സന്ധിക്ക് ഒരു സങ്കീർത്തനം വായിച്ചും വെച്ച് കിടന്നുറങ്ങുന്നവന് ദൈവത്തിൻ്റെ വഴി അറിയില്ല. ഇത് വായിക്കാൻ തന്നിട്ടുള്ളതാണ്, ഇത് പഠിക്കാൻ തന്നിട്ടുള്ളതാണ്, ഇത് മനഃപ്പാഠമാക്കാൻ തന്നിട്ടുള്ളതാണ്, ഇത് ജീവിക്കാൻ തന്നിട്ടുള്ളതാണ്. ഇത് മൊത്തം അങ്ങനെ ചെയ്യുന്നവരെ വചനം പറയുന്നത് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും. 14:26 എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യം വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തെറ്റിലകപ്പെടാൻ പോകുന്നു. നമ്മൾ തെറ്റി ചിന്തിക്കുക. ആത്മസാന്നിധ്യത്തെ ശരിക്കും അറിഞ്ഞ് അതിൽ ജീവിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഉള്ളത്തിൽ ഒരു ശബ്ദം പറയും, വാക്യം കേൾപ്പിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞ വചനം കേൾപ്പിക്കും. അതിനോടനുബന്ധിച്ച വചനം എന്താണ് പറയുന്നത്? നീ ദൈവത്തിൻ്റെ പൈതലാണ്, നീ അത് ചെയ്തുകൂടാ. അതിൽ തൊടുന്നതിന് മുമ്പ്, അതിന് ചുവട് വെക്കുന്നതിന് മുമ്പ് പിടിച്ചു നിർത്തുന്ന, നിയന്ത്രിക്കുന്ന, തെറ്റിലകപ്പെടാതെ സൂക്ഷിക്കുന്ന വലിയ ഒരു ഉപദേഷ്ടാവാണ്, വലിയ ഒരു ഗൈഡാണ് ഇയാൾ. വഴി അറിയാൻ മേലാത്തടത്ത് പോയാൽ, പുതിയ സ്ഥലത്ത് പോയാൽ, അല്ല ചില സ്ഥലങ്ങൾ കാണാൻ പോയാൽ ഒരു ഗൈഡും കൂടെ ശരിക്കും അറിയാവുന്ന ഗൈഡുണ്ടെങ്കിലല്ലേ കാര്യം മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ, രഹസ്യങ്ങൾ പറഞ്ഞു തരണ്ടേ. ഒരു സമയത്ത് ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ഈ ഇസ്രായേൽ ദേശം ഒന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ ഗൈഡ് വരുന്നു. ഞാൻ ഇസ്രായേൽ ദേശത്ത് കിട്ടിയ ഗൈഡ് ആ ട്രിപ്പിൻ്റെ കാര്യം പറയുകയാണ്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ സ്ഥലം ഇന്നതാണ് എന്നൊന്ന് പറയും. അതിൽ കൂടുതൽ പറയാൻ ഈ പുള്ളിക്കറിയില്ല, അറിയില്ല എന്തോ പറയത്തില്ല. അതവിടെ പോയിട്ട് എന്ത് കാര്യം? പോയി ദേശം കണ്ടിട്ട് പോരുന്നു. പക്ഷെ ഞാൻ ഈ പുസ്തകം കുറേ പഠിച്ചിട്ടുള്ള ആളാണല്ലോ, അപ്പം അതുകൊണ്ട് കുറേ കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു പോരാ, ആളുകളെ കൊണ്ടുപോയാൽ നല്ല പോലെ ആളുകൾക്ക് വരും പറഞ്ഞു കൊടുക്കണം. അതിന് അടുത്ത ഒരു ട്രിപ്പ് ഞാൻ തന്നെ പ്ലാൻ ചെയ്തു, ആളുകളെ കൊണ്ട് പോയി. പക്ഷെ പറഞ്ഞ ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞു, നല്ല ഒന്നാം തന്നെ എക്സ്പേർട്ട് ഗൈഡ് വേണം, ഓരോ ദേശത്തെക്കുറിച്ച് വിശദീകരണം തരാൻ പറ്റിയ ഗൈഡ് വേണം. ഇനി ഇൻ കേസ് അവിടെ ചെല്ലുമ്പോൾ ഈ പുള്ളിക്ക് പറയാൻ ഇതിന് കിട്ടുന്ന ഗൈഡ് അത്ര പോരാങ്കിലോ, അതുകൊണ്ട് ഞാൻ തന്നെ കുറേ നാളെടുത്ത് ഇരുന്ന് ഓരോ സ്ഥലത്തെക്കുറിച്ചും പഠിച്ച് ആ സ്ഥലത്തെക്കുറിച്ച് വേദപുസ്തകം എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം കണ്ടെത്തി അത് മുഴുവൻ കുറിച്ചു വെച്ച് ഒരു വലിയ പുസ്തകം തയ്യാറായിക്കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ ചെന്നപ്പോൾ കിട്ടിയ ഗൈഡ് ഒന്നന്തരം ഗൈഡ്. എന്നാലല്ലേ കാര്യം തിരിയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത് ഇതിൻ്റെ സത്യങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ സത്യങ്ങളിലേക്ക്, ദൈവമുണ്ടെന്ന് കേവലം പറയുകയല്ല. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ആത്മനിയോഗത്താൽ വായിക്കുന്നവർക്ക് അതിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇപ്പോഴും വായിച്ചാൽ എല്ലാം കിട്ടില്ല. ഞാൻ ഈ വേദപുസ്തകം കുറേ വായിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് വായിച്ചിട്ടുള്ളതാണ്. ചില സമയത്ത് വായിക്കുമ്പോൾ സ്വല്പം എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമത്തിലെ മിക്ക ഭാഗങ്ങളും മനപ്പാഠമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല. അറിയാവുന്ന വാക്യങ്ങൾ അങ്ങനെ വായിക്കുന്നു എന്ന് തോന്നും. എന്നാൽ ചില സമയത്ത് നിയോഗം ഉണ്ടാവും, ആത്മനിയോഗം വരും. അങ്ങനെ പുസ്തകം കൊണ്ടെടുക്കുമ്പോൾ ഓരോ പദങ്ങളെ ആത്മാവ് പ്രകാശിപ്പിക്കും, അർത്ഥം വ്യാഖ്യാനിച്ചു തരും. അത് വെളിപ്പാടുകളുടെ സമയമാണ്. ജീസസ്
1 കൊരിന്ത്യർ 2:14 സ്വാഭാവിക മനുഷ്യൻ, വേദപുസ്തകത്തിൽ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ, ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവർക്ക് ഗ്രഹിപ്പാൻ കഴിയില്ല. ഇത് ഉന്നതമായ ജ്ഞാനമാണ്, ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ പുസ്തകം. ഇതെടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാ അർത്ഥവും കിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന്, എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഒരു ടോർച്ച് എടുത്ത് അങ്ങോട്ട് അടിച്ചു തരും, അതിന്റെ സത്യങ്ങളെ പ്രകാശിപ്പിച്ചു തരും. അപ്പോഴാണ് ദൈവിക രഹസ്യങ്ങളെ കിട്ടുന്നത്, ദൈവിക മർമ്മങ്ങളെ കിട്ടുന്നത്. ആത്മജീവിതത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ അവിടെയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഉപരിതല ആത്മജീവിതമായിരിക്കും, പുറംപൂച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കുറെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവും, ബാഹ്യമായി കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ആഴത്തിലേക്ക് ഇറങ്ങി ദൈവത്തിന്റെ മഹത്വം അറിയുന്ന, ശക്തി അനുഭവിക്കുന്ന മണ്ഡലങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ല. എന്നാൽ ആത്മാവ് നടത്താൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കാണിച്ചു തരും, സത്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഇതിനകത്ത് വലിയ 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 നിക്ഷേപങ്ങളുണ്ട്. അതറിയാൻ ഹൃദയങ്ങൾ തുറന്നു കിട്ടേണ്ടതാണ്. ലളിതമെന്ന് തോന്നുന്ന കാര്യത്തിൽ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ലളിതമെന്നോ സ്വാഭാവികമെന്നോ തോന്നുന്ന കാര്യത്തിൽ മറഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങളുണ്ട്. അത് ആത്മാവിന്റെ പ്രകാശനത്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വചനം വിശദീകരിക്കുമ്പോൾ കേവലം അതൊരു പ്രസംഗമായി വരില്ല. ആ പ്രസംഗത്തിൽ വെളിപ്പാടുകൾ ഉണ്ടാവും, ദൈവദർശനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും കൂടുതൽ കൂടുതൽ അറിയിച്ചു തന്ന് നമ്മെ അതിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തിയുണ്ട് എന്ന് ദൈവത്തിന്റെ ജനം അറിയേണ്ടതാണ്. ആമേൻ. മാത്രമോ, നമ്മെ എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ആത്യന്തികമായ ഉദ്ദേശമുണ്ട്, താൽക്കാലികമായ ഉദ്ദേശങ്ങളും ഉണ്ട്. ആത്യന്തികമായി എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ വാക്യങ്ങളെല്ലാം എടുക്കാൻ ഞാൻ നേരം എടുക്കുന്നത്, നമ്മുടെ സമയത്തിന്റെ പരിമിതി, അതിനകത്ത് ഞാൻ നിർത്തും. ആത്യന്തികമായി സംഭവിക്കേണ്ടത് നമ്മയെല്ലാം ദൈവാനുരൂപമാക്കി തീർക്കണം. വേദപുസ്തക വാക്യം പറയാൻ ലളിത ഭാഷയിൽ പറഞ്ഞാൽ, നമ്മയെല്ലാം ഒറിജിനലി സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ലേ മനുഷ്യൻ സൃഷ്ടിച്ചത്? അതേ രൂപത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കണം, യേശുവിനെ പോലാക്കണം. യേശുവിനെ പോലാക്കുന്നത് ഒരു വലിയ പ്രക്രിയയാണ്. അതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. യേശുവിനെ പോലാകുക എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കത്തക്കവണ്ണം നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന എല്ലാത്തിലും, ജീവിതം, സ്വഭാവം, പെരുമാറ്റം, ഉപദേശം, സകലവും നീണ്ട ലിസ്റ്റാണ്. അത് മുഴുവൻ യേശുവിനെ പോലെ ആക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആത്യന്തികമായി എന്ന് പറഞ്ഞാൽ പരമമായി നമ്മിൽ എല്ലാവരിലും സംഭവിക്കേണ്ടത്. എന്നാൽ നിങ്ങളെ ദൈവം വിളിച്ചപ്പോൾ വ്യക്തിപരമായി ഒരു ഉദ്ദേശത്തിന് വിളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ആയുസ്സിൽ പൂർത്തീകരിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇവിടെ വെച്ച് ചെയ്തു തീർക്കേണ്ട ജോലികൾ ഉണ്ടാവും. എല്ലാവർക്കും ഒന്നല്ല. ആ ദൗത്യം കാണണം, അറിയണം. അത് തിരിച്ചറിയാൻ ആത്മപ്രകാശനം ഉണ്ടാവണം. നിങ്ങളെക്കുറിച്ചുണ്ടാകണം, നിങ്ങളുടെ മക്കളെക്കുറിച്ചുണ്ടാവണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ലളിത ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞാൽ, മോശ ജനിച്ചപ്പോൾ ഈ കുട്ടിയെ ജീവനോടെ വെച്ചേക്കാൻ അനുവാദമില്ലാത്ത, സർക്കാർ അനുവദിക്കാത്ത കാലത്താണല്ലോ മോശയുടെ ജനനം. ഇസ്രയേലിന്റെ എല്ലാ ആൺകുട്ടികളെയും, ജനിക്കുന്ന ഏത് കുട്ടിയെയും നൈൽ നദിയിലിട്ട് കൊന്നുകളയണമെന്ന് കൽപ്പന, രാജാവിന്റെ കൽപ്പന പുറപ്പെട്ട കാലം. അത് ചെയ്തില്ലെങ്കിൽ അപ്പനെയും അമ്മയെയും കൊല്ലുമെന്ന കാലം. ആ കാലത്ത് ഈ ശിശു വീട്ടിൽ ജനിച്ച് കുട്ടിയെ കട്ടോടണം. അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ ഒരു തോന്നൽ, ഈ കുട്ടിയെ കൊല്ലാനുള്ളതല്ല, ഇവനെ സൂക്ഷിക്കാനുള്ളതാണ്. പോരാ, ഈ ജനത്തെ വിടുവിക്കാനുള്ള വിടുവിപ്പുകാരനാണ് ഇവൻ. ഈ നശിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തെ കൊന്നുമുടിക്കുന്ന രാജ്യത്തിന്
ഈ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം നിയമിച്ചവനാണ് പിറന്ന ഈ കുട്ടി എന്ന ബോധ്യം അപ്പനും അമ്മയ്ക്കും ഉണ്ടായി. രാജാവിന്റെ കോപം ഭയപ്പെടാതെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ നടപടി കേക്കൂ. ഈ കുട്ടിയെ വീട്ടിൽ വെച്ചേക്കാൻ പറ്റില്ല. ഇനി പ്രശ്നമാണ് വെച്ചാൽ പറഞ്ഞതുപോലെ നീലനദിയിലിടും. പക്ഷേ ബാക്കിയുള്ളവർ എറിഞ്ഞതുപോലെ കുട്ടിയെ വരിച്ച് നീലനദിയിൽ എറിയില്ല. പെട്ടകമുണ്ടാക്കി അതിനകത്ത് ഭദ്രമായി വെള്ളം കയറാതെ സൂക്ഷിച്ച് കൊണ്ടുവെക്കുന്നു. എവിടെ കൊണ്ടുവെക്കണം? രാജാവിന്റെ മകൾ കുളിക്കാൻ വരുന്നിടത്ത് കൊണ്ടുവെക്കണം. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയെ കാണുമ്പോൾ, ഈ കെട്ടകം കാണുമ്പോൾ എടുത്തോണ്ട് വരാൻ പറയും. എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ കൊണ്ടുവരും. തോഴിമാരെ ഓടി എടുത്തോണ്ട് വരും. കൊണ്ടുവന്ന് നോക്കുമ്പോൾ അവർ പറയും, ഇത് എബ്രായരുടെ കുട്ടി, ഇതിനെ വളർത്തണമെന്ന് അവക്ക് തോന്നുമെന്ന്. അതിനെന്താണ് സാധ്യത? വല്ല സാധ്യതയുണ്ടോ? ഈ 3 മാസം ഈ എബ്രായരുടെ കുട്ടിയെ സൂക്ഷിച്ചു വെച്ചത് അപ്പനാരാണ്, അമ്മയാരാണ്? അത് കണ്ടെത്തി ശിക്ഷ കൊടുക്കണം എന്നാണ് സ്വാഭാവികമായി പറയേണ്ടത്. കാരണം ഇവൾ ഉത്തരവാദിത്തപ്പെട്ടവളാണ്, രാജകുമാരിയാണ്. അത് പറയേണ്ടതിന് പകരം വീട്ടിലെ ദർശനം, ദൈവത്തിന്റെ വെളിപ്പാട് അല്ല, ഈ കുട്ടിയെ സൂക്ഷിക്കണമെന്ന് ഈ സ്ത്രീ പറയുമെന്ന് എന്ന് മാത്രമല്ല, ആര് വളർത്തും? ഞാൻ തന്നെ വളർത്തും. എന്റെ വീട്ടിൽ വളർത്തും. ഞാൻ മുല കൊടുത്ത് വളർത്തും. ഇവരെ ഞാൻ പരിശീലിപ്പിക്കും. സാധ്യതയുണ്ടോ? ഇനി ഇൻ കേസ് രാജ്ഞി എടുത്താൽ പോലും അവനെ വളർത്തുന്നത് രാജകൊട്ടാരത്തിലല്ലേ? ഈ പാവപ്പെട്ട അടിമയുടെ കുടുംബത്തിൽ, ആ കുടിലിൽ ഇവനെ വളർത്താൻ അനുവദിക്കുമോ? ഒരു സാധ്യതയുമില്ലല്ലോ. അതിന്റെ നടുവിലും വെളിപ്പാട്, അതിന്റെ നടുവിലും ആത്മശബ്ദം. അത് പറഞ്ഞവൾ ഹല്ലേലൂയ പറഞ്ഞു വച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുകയല്ല. ദേ ചേട്ടത്തിയെ, അവിടെ സഹോദരിയെ കൊണ്ടവിടെ നിർത്തിയിരിക്കുന്നു. വിശ്വാസം നിറഞ്ഞ പെൺകുട്ടി, ജീസസ്. ഈ വിശ്വാസം മൊത്തം അകത്ത് കയറി അപ്പനും അമ്മയും ഇവിടെ കൊണ്ടുവച്ച് ചിവളെ അവിടെ നിർത്തിയിരിക്കുകയാണ്. രാജകുമാരി കുട്ടിയെ എടുത്തവടൻ ഒറ്റത്തിന് ചെന്ന് വിളിച്ചു പറയുകയാണ്, ഈ കുട്ടിയെ വളർത്താൻ ഒരമ്മയെ പാല് കൊടുത്ത് വളർത്താൻ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ച്. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ലാത്തത് അതല്ലേ സംഭവിച്ചത്? അവനല്ലേ മിസ്രയീമിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിക്കാൻ ദൈവം നിയമിച്ചവൻ. നമ്മെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ദർശനം വേണം. ജനിച്ചാലുടൻ അവരെ വലിയവനാക്കണമെന്നുള്ള നിങ്ങളുടെ മാനസിക കണക്കുകൂട്ടൽ പോരാ. നിങ്ങളുടെ സാമ്പത്തിക കണക്കുകൂട്ടൽ പോരാ. നിങ്ങളുടെ ബുദ്ധിയുടെ കണക്കുകൂട്ടലുകൾ പോരാ. ഇവരെ ഉണ്ടാക്കിയ ദൈവം, ഇവളെ ഉണ്ടാക്കിയ ദൈവം നിങ്ങളുടെ മക്കളെ എന്തിനു നിർമ്മിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വെളിപ്പാട് പ്രാപിച്ച് അതിലേക്ക് പോകാൻ തയ്യാറാവണം. മക്കളെ ദൈവിക ഉദ്ദേശത്തിനായി, ജനത്തിന്റെ വിടുതലിനായി, സുവിശേഷത്തിനായി വിളിച്ചാൽ കൊടുക്കാൻ തയ്യാറുള്ളവർ ഇന്നത്തെ കാലത്ത് എത്ര പേരുണ്ട്? മക്കളെ സംബന്ധിച്ചെല്ലാം മിക്ക പേർക്കും മെഡിക്കൽ ഡോക്ടേഴ്സ് ആക്കണം മക്കളെയെല്ലാം, ഇല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആക്കണം, ഇല്ലെങ്കിൽ വലിയ ബിരുദധാരികളാക്കണം, IAS ആക്കണം. നല്ല നല്ല കാര്യം. എല്ലാവരും നല്ല സ്ഥാനത്തെത്തട്ടെ, വിദ്യാഭ്യാസം ചെയ്യിക്കൂ, ഉന്നത സ്ഥാനത്തെത്തൂ. പക്ഷേ അതിൽ ചിലത് ദൈവത്തിന് വേണം എന്ന് ദൈവം പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി താത്തുവെച്ചിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഇക്കഴിഞ്ഞിടയ്ക്ക് മിഷൻസ് കോൺഫറൻസ് നടന്നവിടെ മിഷണറിമാരുടെ സമ്മേളനം. ഒരപ്പനും അമ്മയും, അമ്മ കോളേജ് പ്രൊഫസറാണ്, അപ്പൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേരും ജോലിയിൽ നിന്ന് അവധിയെടുത്ത് 2 ആമ്പിള്ളേരെയും കൊണ്ട് മിഷൻസ് മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. എന്താണെന്ന ഉദ്ദേശം? മക്കളെ 2 പേരെയും മിഷണറിമാരാക്കണം. അത് കുഞ്ഞിലെ മിഷൻസ് കണ്ടുപഠിക്കണമെന്ന് മിഷൻസിന്റെ മീറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവര് ഒരു മിഷണറിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, വിദ്യാഭ്യാസമുള്ളവർ.
ഒരു PhD കാരി. മക്കൾ 2 പേരുണ്ട്. 2 പേരും ദൈവത്തിൻ്റെ വേലക്കാരാകണം എന്ന് ദർശനം കിട്ടിയവർ, വെളിപ്പാട് കിട്ടിയവർ. ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ? ദൈവശബ്ദം കേൾക്കാൻ തയ്യാറുണ്ടാകോ? ബാക്കി ഏത് തൊഴിലിനേക്കാളും മനുഷ്യനെ നിത്യജീവനിലെത്തിക്കാൻ, നാശത്തിൽ രക്ഷിക്കാൻ, പാതാളത്തിൽ രക്ഷിക്കാൻ ശരീരത്തിന് സുഖം കൊടുക്കുന്ന മെഡിക്കൽ ഡോക്ടറുടെ ജോലി പ്രധാനപ്പെട്ടതാണ്. അത് വേണം, ആ സേവനം പ്രധാനമെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിനേക്കാൾ ശരീരത്തെയും ആത്മാവിനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന നിത്യദണ്ഡനത്തിൽ നിന്ന് വിടുവിക്കാൻ നിങ്ങളുടെ മക്കളിൽ ചിലതിനെ ദൈവം വിളിച്ചാൽ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് മകൾ വിളിച്ചു ചോദിക്കാൻ എനിക്ക് നിയോഗം ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ദർശനം ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെളിപ്പാട്? നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. എന്റെ മക്കളെ ഞാൻ ചുരുക്കാൻ പോകുന്നു. ഒന്നുകൂടെ പറയും, ഈ ആത്മീക ജീവിതത്തിന് വലിയ വലിയ ആഴങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? യോഗത്തിൽ കാണുന്ന അല്പസംഗതികൾ, കയ്യടി, ചില പാട്ട്, അന്യഭാഷ, ഇത്രയും കൊണ്ട് തീരുന്നതാണോ ഈ കാര്യങ്ങൾ? അതിനകത്ത് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിർത്തും. അതെന്തെന്ന് വെച്ചാൽ, ഈ ആത്മാവിൽ ഉന്നതമായ ആത്മമണ്ഡലമുണ്ടെന്ന് വിശ്വസിക്കാൻ മനുഷ്യന് കഴിയണം. യോഹന്നാൻ പറയുന്നു, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മവിവശനായി. ഈ ആത്മവിവശതയിൽ അവൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു. സകല മഹത്വത്തിലും ദർശനത്തിൽ കണ്ടു. എന്നിട്ട് സംഭവിച്ചു, മരിച്ചവനെ പോലെ അവനെ കാൽക്കൽ വീണു. നാടിയിടിപ്പില്ലാതെ കിടക്കുന്നു, തറ കിടക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദർശനങ്ങൾ കാണുകയാണ്. നിത്യ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആത്മാവിന്റെ വിവശത ആവർത്തിച്ച് യോഹന്നാൻ ഉണ്ടായി. 4-ാം അധ്യായം പിന്നെയും പറയുന്നു, ഞാൻ ആത്മവിവശനായി. പൗലോസ് അപ്പോസ്തലന്റെ അനുഭവം കേൾക്കാമോ? അദ്ദേഹം പറയുന്നു, കുറെ സംവത്സരങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആത്മീയ അനുഭവം ഉണ്ടായി. എന്താണ് ആത്മീയ അനുഭവം? അത് ശരീരത്തിലാണോ ഞാൻ പോയത് അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്ന് പോയി, ഞാൻ പർദീസയോളം പോയി, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ ഭാഷകൾ കേട്ടു, അവിടെ ഞാൻ കാര്യങ്ങൾ കണ്ടു. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ആത്മവിവശതയുടെ മണ്ഡലം, സ്പിരിച്വൽ എക്സ്റ്റസി, ആത്മാവ് ശരീരത്തെയും ആളത്വത്തെയും മൊത്തം നിറച്ച് ഇതിനെ മുഴുവൻ മൂടി, ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനുഭവം. ഭൂമിയിലാണോ അല്ലയോ എന്നൊരു ചില സമയത്തേക്ക് അറിയാൻ മേലാതെ ആത്മാവിലെത്തിക്കുന്ന അനുഭവമുണ്ടെന്ന് ഈ 2 ഭക്തന്മാരുടെ അനുഭവം പറയുന്നു. പൗലോസിന്റെ അനുഭവം പറയുന്നു, യോഹന്നാന്റെ അനുഭവം പറയുന്നു. നിങ്ങൾക്കായിക്കൂടെ? ആത്മസാന്നിധ്യത്തിന് പരിധികൾ കൽപ്പിക്കുന്നവരെ, ആത്മസാന്നിധ്യം പരിധിക്കപ്പുറം, നിങ്ങളുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറം വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഇതിനെ അങ്ങോട്ട് മൂടാൻ തുടങ്ങിയാൽ ശരീരത്തെ നിറയ്ക്കും, കൈകാലുകളെ നിറയ്ക്കും, ശരീരത്തിന്റെ ഓരോ കോശങ്ങളെ നിറയ്ക്കും. ഇതിനകത്ത് മുഴുവൻ നിറവ് വന്നിട്ട് അതിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് ഈ ശരീരത്തിന് താങ്ങാൻ പറ്റാത്തതുപോലെ എത്തുന്ന മണ്ഡലങ്ങളുണ്ടാവും. അതാർക്കും കേടുവരുത്തുന്നതല്ല, അത് ആത്മ അനുഭവങ്ങളുടെ ഉന്നതികളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ച് ആത്മമണ്ഡലം എന്താണെന്ന് മനുഷ്യന് പ്രത്യേകം വെളിപ്പെടുത്തി തരുന്ന സമയങ്ങളാണ്. മിക്ക പേരും ബുദ്ധി കൊണ്ട് ഇത് അടയ്ക്കും. വേദശാസ്ത്രം എന്ന് പറയുന്ന തങ്ങൾ പഠിച്ച വേദശാസ്ത്രം കൊണ്ട് അത് അടയ്ക്കും.
പക്ഷെ നിങ്ങൾ പഠിച്ചത് മാത്രമല്ല വേദശാസ്ത്രം. ഈ പുസ്തകം മുഴുവൻ അറിയാവുന്നവൻ ഒരുത്തനുമില്ല. ഇതിനെ സത്യങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞ ഒരുവനുമില്ല. ഇതിന്റെ ആഴങ്ങൾ മുഴുവൻ അറിഞ്ഞ ഒരുവനുമില്ല. യോഹന്നാന് അനുഭവം ഉണ്ടാകാമെങ്കിൽ, പൗലോസിന് അനുഭവം ഉണ്ടാകുമെങ്കിൽ, ഇന്ന് പകൽ വിളിച്ചു പറയാൻ എനിക്ക് പ്രത്യേക നിയോഗമുണ്ട്. എല്ലാവരും ഈ മണ്ഡലത്തിൽ പോവില്ല, എന്നാലും ആത്മജീവിതത്തിന് പ്രത്യേക താല്പര്യമുള്ള കുറെ പേർ ഇതിനകത്തില്ലേ? ആത്മാവെ, അങ്ങക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് കാണിച്ചു തരണമേ, എന്നെ കൊണ്ടുപോകണമേ എന്ന് ആവശ്യപ്പെടുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിലില്ലേ? ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പൊതു അനുഭവമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നിരിക്കലും ആത്മാവിന്റെ ആഴം കൂടുതലുണ്ടെന്ന് അറിയണം. ആർക്കും കിട്ടാം. എന്നാൽ വാഞ്ചയോടെ ജീവിക്കുന്നവൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി കൊതിക്കുന്നവൻ, ആത്മാവിന്റെ മണ്ഡലത്തിനായി ജീവിക്കുന്നവൻ, അതിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ളവർ, അങ്ങനെ ജീവിതമുണ്ട് കേട്ടോ. എപ്പോഴും ആത്മാവ് നടത്തുന്ന ജീവിതം, എപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ജീവിതം, എല്ലായ്പ്പോഴും ദൈവസാന്നിധ്യം ശരീരം മുഴുവൻ തിരിച്ചറിയുന്ന ഒരു അനുഭവം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ശരീരം മുഴുവനും സദാസമയവും ആത്മസാന്നിധ്യം നിറഞ്ഞു നിന്ന് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ അതിനേക്കാൾ മെച്ചമായി പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അവിടെ പോയാൽ അത് ദർശനങ്ങളുടെ ജീവിതമാവും. ആത്മീക രഹസ്യങ്ങളെയും കാലഘട്ടത്തിൽ ദൈവത്തിന് ചെയ്യാനുള്ള പ്രവൃത്തികളെയും ദൈവം വെളിപ്പെടുത്തി തരുന്ന സമയങ്ങളാവും. മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള കാലഘട്ടത്തിന്റെ സന്ദേശം. ഞാൻ പറഞ്ഞ സാധാരണ ദൂതുകളല്ല, കാലഘട്ടത്തിന്റെ സന്ദേശം അറിയിക്കാൻ ദൈവത്തിന് ആളെ വേണം. മനുഷ്യരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഏത് മനുഷ്യർ? ഈ കാര്യസ്ഥന് വിധേയപ്പെട്ട് കാര്യസ്ഥൻ പറയുന്നത് പോലെ ജീവിക്കുന്ന മനുഷ്യർ. ആമേൻ. ആ ആത്മാവിന്റെ സാന്നിധ്യം വന്നാൽ അതിന്റെ ഫലമല്ലേ രോഗശാന്തി? അത് വ്യാപരിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിന്റെ കേടും മാറ്റാൻ ആത്മാവിന് കഴിയില്ലേ? അത് ജീവന്റെ ആത്മാവല്ലേ? കേടുവരുത്തുന്നതിനെ മാറ്റുന്ന ദൈവശക്തിയുടെ വ്യാപാരമല്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആത്മശക്തിയിൽ ആരാധിച്ചപ്പോ രോഗം വിട്ടുപോയ അനുഭവമുണ്ടായവർ ഇതിനകത്തിരിപ്പുണ്ടോ? ആത്മശക്തിയിൽ ആരാധിച്ചപ്പോ ജീസസ്, ഞാൻ പറയുന്നതിന്റെ അനുഭവസ്ഥർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അത് ഏത് കേടാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോകത്തക്കവണ്ണം ജീവന്റെ ആത്മാവിറങ്ങി വന്നാൽ അത് സംഭവിക്കണ്ടേ? അതല്ലേ ദൈവത്തിന്റെ ആത്മാവിനാൽ സംഭവിക്കേണ്ടത്? നമ്മുടെ യോഗങ്ങൾ വിടുതലിന്റെ യോഗങ്ങളായി തീരാൻ. പക്ഷേ അതിന് ആത്മാവിന് വിധേയപ്പെടണം. കേവലം ബഹളങ്ങളും ശബ്ദ കോലാഹലങ്ങളുമല്ല, ആത്മാവിന് മൊത്തം സമർപ്പിച്ചു കൊടുത്ത ജീവിതം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോയാൽ ആദ്യ നൂറ്റാണ്ടിലെ അതേ കാലം ഇന്നത്തെ കാലത്ത് കൊണ്ടുവരും എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഈ ഭാരത രാജ്യത്തിൽ സുവിശേഷത്തിന് എതിർപ്പുണ്ടെങ്കിലും ഈ രാജ്യത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വരും എന്ന് അനേകരോട് ദൈവം നേരിട്ട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വിശ്വസിക്കാൻ തയ്യാറുണ്ട്. ഇനിയും ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാജ്യത്ത് നടക്കും. ഇതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു മാർഗശക്തിക്കും സാധ്യമല്ല, ഒരു സർക്കാരിനും സാധ്യമല്ല, ഒരു പാതാള ശക്തിക്കും സാധ്യമല്ല. മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച രാജാധിരാജാവായ കർത്താധികർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിമിത്തം അവിടുത്തെ വാഗ്ദത്തം ഭാരത രാജ്യത്തിന്റെ മേൽ നിവർത്തിക്കും. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ ഉണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ ഈ സമൂഹം, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം 24 മണിക്കൂറും ഇതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ഒരു ഭാഗം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. 24 മണിക്കൂർ ഇവിടെ ചെയ്യാൻ അന്ന് സാധിച്ചില്ല, സംവിധാനങ്ങൾ അന്ന് നമുക്ക് ഒത്തുവന്നില്ല. എന്നാൽ ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി ആരംഭിച്ച പ്രാർത്ഥന ഇപ്പോഴും നിർത്തില്ലാതെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഇന്നിവിടെ നിന്ന് ആരാധിക്കുമ്പോഴും നിങ്ങൾ ആ ലൈനിൽ പോയാൽ ഇപ്പോഴും അവിടെ ഒരു സംഘം ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭായോഗത്തിന്റെ സമയത്തും നിർത്തില്ല. വേറെ രാജ്യത്തെ ആളുകൾ, അവരുടെ സമയം ഇതല്ല, വേറൊരു സമയത്തുള്ള ആളുകൾ ഈ സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. കത്തുന്ന തീ, ഓ റബലസ്യ,
ദൈവത്തിന്റെ സാന്നിധ്യം സമാഗമന കൂടാരത്തിലെത്തി കെട്ടുപോകാൻ പാടില്ല എന്നറിയാമോ? ഒരു കാലത്തും കെടാൻ പാടില്ല, പകൽ കെടാൻ പാടില്ല, രാത്രി കെടാൻ പാടില്ല, അത് കത്തിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് പോലെ ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ തീ, ആരാധന, പ്രാർത്ഥന നിർത്തില്ലാതെ 24 മണിക്കൂറും 365 ദിവസവും കത്തിക്കൊണ്ടിരിക്കേണ്ട, തുറന്നുകൊണ്ടിരിക്കേണ്ട മണ്ഡലം നമ്മുടെ സഭയിൽ ദൈവം സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ സകല ജനത്തെയും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ പ്രയറ്റവരിലെ പാസ്റ്റർ കെ സി കുറിയാക്കോസ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹവും അതിന്റെ ഭാഗമാണ്. പാസ്റ്റർ ജോമോൻ ജോർജ് എന്നൊരു ദൈവദാസൻ ഇതിന് ചുമതലയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട സഹായങ്ങളിൽ ഒരു പ്രധാന ഭാഗം നമ്മുടെ പാസ്റ്റർ അലക്സാണ്ടർ ചെയ്തുതരികയും ചെയ്തു. അതിന് നിങ്ങളെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ കാലമാണിത്. കഴിഞ്ഞുവെന്ന് ധരിക്കരുത്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം മാത്രമല്ല, ഇന്നും സംഭവിക്കേണ്ട കാര്യം, ജനം ഇതിൽ വളരേണ്ട കാര്യം. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ആത്മാവിൽ ജീവിക്കൂ. ആത്മാവിന്റെ നടത്തിപ്പ് കൃത്യം സകല ദൈവജനവും അനുഭവിക്കണം. ചിലർ മാത്രമല്ല, എല്ലാവരും. എന്നാൽ ചിലരെ ഇന്ന് പകൽ ആത്മാവിനാൽ ഞാൻ പ്രത്യേകം വിളിക്കുന്നു. ദൈവികമായ വലിയ രഹസ്യങ്ങളിലേക്കും മർമ്മങ്ങളിലേക്കും കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളിലേക്കും നടത്തുവാൻ ആത്മവിവശതയിലേക്ക്, ആത്മാവിന്റെ ഉന്നതമായ അനുഭവം ശരീരം മുഴുവൻ ഇറങ്ങി ആവസിക്കാൻ അനുവദിച്ചു കൊടുക്കുന്ന ചിലരെ ഇന്ന് പകൽ ആത്മാവ് ഇതിനകത്ത് വിളിക്കുന്നു. നിങ്ങളുടെ കഴിവൊന്നുമില്ല അതിനകത്ത്, നിങ്ങളുടെ മിടുക്കില്ല അതിനകത്ത്. സമർപ്പണം മാത്രം. പക്ഷേ തന്നിഷ്ടം മുഴുവൻ താത്തുവെച്ചോണം. ബുദ്ധിയുടെ മണ്ഡലം താത്തുവെച്ചോണം. ഈ ആത്മമണ്ഡലത്തിൽ ബുദ്ധിമണ്ഡലമല്ല പ്രവർത്തിക്കുന്നത്, ആത്മമണ്ഡലമാണ്. എല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞു വന്ന് വരില്ല, പക്ഷെ ആത്മാവിന് സമർപ്പിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ജീസസ്, ഒന്ന് തലവണക്കുമോ? പുതിയ നിയമ സത്യം പത്രോസ് അപ്പോസ്തലൻ ആദ്യത്തെ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞ പ്രസംഗം, ദൂത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. യേശുക്രിസ്തുവിനെയാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതോടൊപ്പം പറഞ്ഞു, ഇത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, അതിവിടെ നിവർത്തിച്ചിരിക്കുകയാണ്. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്. ഭൗമമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് പോകാനുള്ള വിളിയാണ് ഇന്ന് പകൽ നൽകാൻ ആത്മാവ് എന്നോട് പറഞ്ഞത്. ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് ദൈവജ്ഞാന മണ്ഡലത്തിലേക്ക് പോകാനുള്ള ആഹ്വാനമാണ് ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്. പരിമിതമായ താൽക്കാലികമായ മണ്ഡലത്തിൽ നിന്ന് അപരിമിതമായ ദൈവിക പദ്ധതികളുടെ മണ്ഡലത്തിലേക്ക് നീങ്ങാനാണ് ഇന്ന് പകൽ ആത്മാവ് പറയുന്നത്. സാഹചര്യം എന്തുമാകട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഏത് കാരണവശാലും നിവർത്തിക്കപ്പെട്ടിരിക്കും. അതിനെ തടയാൻ അഖിലാണ്ടത്തിലൊരു ശക്തിക്കും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ ഒരാത്മ മണ്ഡലത്തിന് വേണ്ടി കൊതിക്കുവോ? അങ്ങനെ ഒരു ലോകമുണ്ട്, അത് സത്യമായ ലോകമാണ്. അതിലേക്ക് വിളിക്കുകയാണ്. ഞാൻ ആത്മാവിന്റെ ആഴത്തിലേക്ക് പോകാനുള്ളൊരു വിളിയാണ്. അത് ശുശ്രൂഷ മണ്ഡലത്തിൽ എങ്ങനെയാണ്, കുടുംബജീവിത മണ്ഡലത്തിൽ അങ്ങനെയാണ്. ലോകത്തിലെ ഏത് ജീവിത മണ്ഡലത്തിലും ദൈവത്തിന്റെ പൈതൽ ലോക സാഹചര്യങ്ങൾക്കൊത്ത് ജീവിക്കേണ്ടവരല്ല, ദൈവ ഉദ്ദേശത്തിന് ജീവിക്കേണ്ടവരാണ്. അതിന് പരിശുദ്ധാത്മാവിന്റെ വിശേഷ പ്രവൃത്തി വേണം. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ട് ഉന്നതമായ ദർശനങ്ങളിലേക്കും ദൈവിക ഉദ്ദേശങ്ങളിലേക്കും പ്രവേശനം കിട്ടി, അത് കാലഘട്ടത്തെ അറിയിക്കാൻ സന്ദേശവാഹകരായി പ്രത്യേക നിയോഗത്തോടെ ഇന്ന് പകൽ ഇതിനകത്താരെയോ ചിലരെ
ആത്മാവ് വിളിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുന്നു. ഒരുങ്ങിക്കൊടുക്കൂ. സംശയങ്ങളും ചോദ്യങ്ങളും നിർത്തൂ. ആത്മാവ് ഇടപെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ ആഴത്തിലേക്ക് പോകുവാനായി ചില നാളുകളായി ആത്മാവ് പ്രേരണ തരുന്ന ചില വ്യക്തികൾ, ആ വ്യക്തികളോട് ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഒരുങ്ങൂ. അതിന് നാളുകൾ മുമ്പിൽ കൊണ്ടുവരുന്നു, അവസരങ്ങളെ ഒരുക്കുന്നു. ബുദ്ധിക്കപ്പുറം, കണക്കുകൂട്ടലുകൾക്കപ്പുറം ആത്മാവ് പ്രവർത്തിക്കാൻ പ്രത്യേകം വിളിക്കുന്നു. ആ വിളിക്ക് ഇന്ന് പകൽ പ്രത്യേകിച്ചൊരു പ്രതികരണം നടത്തുവാൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിലേക്ക് വരാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മാനുഷിക കണക്കുകൂട്ടലുകളും ചിന്താമണ്ഡലങ്ങളും നിർത്തിവെച്ചിട്ട് അങ്ങയുടെ രഹസ്യങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് സന്നദ്ധയാകുന്നു എന്ന് പറയുവാൻ ആത്മാവിൻ്റെ പ്രത്യേക നിയോഗം ഇതിനകത്തുള്ളവർ. അങ്ങനെ ഒരു വലിയ ആത്മദാഹത്തിലേക്ക് ചില നാളുകളായി ആത്മാവ് നടത്തുന്നു. ഒരു മോമെന്റ് കൊണ്ടുണ്ടായതെന്നല്ല ഞാൻ പറയുന്നു. അങ്ങനെ മണ്ഡലത്തിലേക്ക് ചില നാളുകളായി ആത്മാവ് നിയമിക്കുന്നവർ ആരുണ്ട് ഇതിനകത്ത്? അവർക്കായി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. അവർക്കായി മാത്രം. എല്ലാവർക്കായും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ മാത്രം ഒന്ന് കരമുയർത്തി പിടിക്കാവോ. ആ കരങ്ങൾ ഉയർന്നു തന്നിരിക്കട്ടെ. ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ആത്മാവ് നമ്മുടെ സമൂഹത്തെ വിളിക്കുകയാണെന്ന് അറിയണം. കേവലം മാനുഷിക നടത്തിപ്പുകളിലേക്കല്ല, ഇതുവരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ മണ്ഡലത്തിലേക്കല്ല, നാം കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ മണ്ഡലത്തിലേക്ക് നമ്മെ നടത്തുവാൻ ആത്മാവിന്റെ ക്ഷണം ഇന്ന് പകൽ വിളിച്ചു പറയാൻ എനിക്കുണ്ടായ നിയോഗം നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആത്മാവ് തന്റെ വാക്കു പാലിക്കും. ആ കരങ്ങൾ ഉയർത്തി അല്പസമയം സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ഒരു വിശേഷ പ്രവൃത്തി. ഓ രഖലബസന്തനെ ഓ ഷാമാരാ ദേജലോഹുതാരബഖംദുരബഗസ്യോ. കമാൺ, അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. ഖാം ഖാം ഖാം. അല്പസമയം ശബ്ദം ഉയരട്ടെ, ഹൃദയങ്ങളെ ഉയർത്തട്ടെ. ആത്മാവിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി തുറന്ന ഒരു മനസ്സ്, തുറന്ന ഒരു ശരീരം. ജീസസ് ജീസസ്. ആത്മാവ് ശരീരത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ബലം പിടിച്ച് നിൽക്കണ്ട, മസിൽ പിടിച്ച് നിൽക്കണ്ട. ആത്മശക്തിയുടെ വ്യാപാരം ശരീരത്തിന്റെ മേൽ വന്നാൽ ഭയപ്പെടാതെ, ചഞ്ചലിക്കാതെ ആത്മസാന്നിധ്യത്തിന് വിട്ടുകൊടുക്കുവാനും ജനം ഒരുങ്ങട്ടെ. ബുദ്ധി കൊണ്ട് പിടിച്ചു നിർത്താതെ ആത്മമണ്ഡലത്തിന് വേണ്ടിയും ജനം ഒരുങ്ങി കാത്തിരിക്കട്ടെ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വളരെ ശക്തമായ നിലയിൽ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. സ്തുതിക്കാൻ ആത്മാവ് പറഞ്ഞാൽ തയ്യാറായിക്കണം. നൃത്തം ചെയ്യാൻ ആത്മാവ് പറഞ്ഞാൽ അതിന് തയ്യാറായിക്കണം. നാളുകൾ കവണ്ട് വീണ് നമസ്കരിക്കാൻ ആത്മാവ് പറഞ്ഞാൽ അതിന് തയ്യാറായിക്കൊള്ളണം. ഏതിനും ദൈവവുമാകെ ഒരുങ്ങി മനസ്സോടെ കാത്തിരിക്കൂ. ചില നാളുകൾ ആത്മാവ് മുമ്പിൽ കൊണ്ടുവരുന്നു. ഈ സമൂഹത്തിന്റെ മുമ്പാകെ ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ ഒരു കാലം കൊണ്ടുവരുന്നു. ആത്മനടത്തിപ്പിന്റെ കാലം കൊണ്ടുവരുന്നു. അതിനായിട്ട് ഇന്ന് പകൽ ഒരുങ്ങിക്കൊടുക്കൂ. ദർശനങ്ങളും വെളിപ്പാടുകളും പിന്തുടരുവാൻ പോകുന്നു. ആത്മനടത്തിപ്പ് പിന്തുടരുവാൻ പോകുന്നു.
Gauraba Santara Labaushe, Hutta Pramana Handu Rekasera Labaushadi, Roda Balahatana Bagasera Bagandalasia. Oh, Ratalabakandura Bagaseneshi, Dei Roko Soreshi.